വയനാട്ടിൽ ദാ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. എന്തിനാണ് പ്രതിഷേധം എന്നറിയാമോ? പുത്തുമല ദുരന്ത ബാധിതരാണ് ഇന്ന് പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. പുത്തുമല ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങാൻ കാരണമുണ്ട്. കാരണം അവർക്ക് നിർമ്മിച്ചു കൊടുത്ത വീടുകളെല്ലാം ചോർന്നൊലിക്കുകയാണ്. ആ വീടുകൾ ഒന്നുകിൽ അത് വീട് നിർമ്മിച്ചു നൽകിയ ഏജൻസികൾ നന്നാക്കി കൊടുക്കണം, അല്ലെങ്കിൽ സർക്കാർ വീട് നന്നാക്കണം എന്നാണ് അവരുടെ ആവശ്യം. ജോഷില കൂടി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ജോഷില, പുത്തുമല ദുരന്തത്തിന്റെ വാർഷികമാണിന്ന്. വലിയൊരു ദുരന്തം നമ്മളെ കടന്നുപോയതിന്റെ ഓർമ്മ ദിവസം. 17 മനുഷ്യരെ മണ്ണെടുത്തു പോയ ഇടമാണ് പുത്തുമല എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ വാർഷിക ദിനത്തിൽ അവിടെ സങ്കടത്തോടൊപ്പം പ്രതിഷേധവും അലയടിക്കുകയാണ്. എന്താണ് ആ പ്രതിഷേധത്തിന് കാരണം? മനു, നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് മുൻപ് 5 വർഷം മുൻപാണ് പുത്തുമല ദുരന്തം നടക്കുന്നത്. 2019 പുത്തുമല ദുരന്തം നടക്കുന്നത്. 17 പേരെയാണ് നമുക്കന്ന് നഷ്ടമായത്. അതിൽ 12 പേർ മരണപ്പെട്ടു. കൃത്യമായ വിവരങ്ങളുണ്ട്. പക്ഷേ 5 പേരെ കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ദുരന്തത്തിൽപ്പെട്ട മറ്റ് 102 കുടുംബങ്ങളിൽ 49 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചത്, അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകിയത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൂത്തക്കൊല്ലിയിലാണ്. പൂത്തക്കൊല്ലിയിൽ അന്ന് നിർമ്മിച്ച വീടുകൾ സർക്കാർ 4 ലക്ഷം രൂപ ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലേക്ക് ഇടുകയും ബാക്കിയൊക്കെ തന്നെ സ്പോൺസർമാരാണ് ഈ വീടുകൾ നിർമ്മിച്ചത്. ഈ വീടുകൾ പിന്നീട് ചോർന്നൊലിക്കാൻ തുടങ്ങി. പല വീടുകൾക്കും വിള്ളലുണ്ടാകാൻ തുടങ്ങി. നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളും ഇവർക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇവരുടെ ഇടയിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഈ വീടുകൾ പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസം ദുരന്ത ദിനത്തിന്റെ ഓർമ്മയിൽ തന്നെ ഇവർ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വായു മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം നടക്കുകയാണ്. കറുത്ത തുണി കൊണ്ട് വായു മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം നടക്കുകയാണ്. സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒന്നുകിൽ സർക്കാർ ഇത് പുനർനിർമ്മിക്കണം, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം. അതല്ലെങ്കിൽ ഈ വീടുകൾ നിർമ്മിച്ചു നൽകിയ ഏജൻസികൾ, ഇവരിൽ ചില ഏജൻസികൾ അതിന് തയ്യാറായിരുന്നു അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ വേണ്ടി. എന്നാൽ മറ്റുള്ളവർ ഇപ്പോഴും ചോർന്നൊലിക്കുന്ന വിണ്ടുകീറിയ വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. അത് ഒക്കെ തന്നെ ഇല്ലാതാക്കി ഏജൻസികൾ ഒന്നുകിൽ അറ്റകുറ്റപ്പണികൾ നടത്തണം, അല്ലെങ്കിൽ ഇവർ സുരക്ഷിതമായ സ്ഥാനത്ത് സുരക്ഷിതമായ രീതിയിൽ താമസിക്കാൻ, ജീവിക്കാനുള്ള സൗകര്യം ഇവർക്ക് സർക്കാർ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. നമ്മളുടെ കൂടെ പൂത്തക്കൊല്ലി തന്നെ താമസിക്കുന്ന അബ്ദുറഹ്മാനിക്ക ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം? ആവശ്യം ഒന്ന്, 2019 ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് പുത്തുമലയിൽ ദുരന്തമുണ്ടായത്. ആ ദുരന്തമുണ്ടായി ഇന്നിപ്പോൾ ആഗസ്റ്റ് 7 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ദുരന്തമുണ്ടായതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഈ ദുരന്തമുണ്ടായതിന് ശേഷം വലിയ പ്രയാസങ്ങളുണ്ടായി. എല്ലാവരും വാടക വീട്ടിലേക്ക് പോയി. ആ സമയത്ത് തന്നെ ഒരുപാട് ദുരന്തങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ടാണ് മാതൃഭൂമി ട്രസ്റ്റ് ഈ സ്ഥലം 7 ഏക്കർ ഇവിടെ മേടിച്ചു തന്നത്. 7 ഏക്കർ സ്ഥലം മേടിച്ച് തന്ന് നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ അന്ന് സർക്കാർ പാസ്സാക്കി ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ഇട്ടു. ഈ 4 ലക്ഷം രൂപ കൊണ്ട് ഇവിടെ വീട് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി സ്പോൺസർമാരെ കണ്ടെത്തി. 8ഓളം വരുന്ന സ്പോൺസർമാർ ഇതിന് തയ്യാറായി വന്നു. അവരാണ് ഈ വീടുകളെല്ലാം പണിയെടുത്തത്. അവർ 3.5 ലക്ഷം രൂപ സ്പോൺസർമാരെടുത്തു. അവർ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കോൺട്രാക്ടർമാർ ഈ വർക്ക് ചെയ്തതിൽ ഒരുപാട് അപാകതകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വരുന്ന ഈ 49 വീടുകളും ചോർന്നൊലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ചില വീടുകൾ വിണ്ടു കയറി നിൽക്കുകയാണ്. ഈ ഒരു പ്രയാസം ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അന്ന് ഇരുന്ന ആ യോഗങ്ങളിലെല്ലാം വെച്ച് നിന്ന് പറഞ്ഞത്, ഈ 7 ഏക്കർ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ 50 വീടുകൾ എന്ന് മാത്രമല്ല, ഇവിടെ പുത്തുമലയിൽ ഉണ്ടായിരുന്ന അംഗൻവാടി ഇവിടെ പുനർനിർമ്മിച്ച് നിങ്ങൾക്ക് തരുമെന്നും, അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ ഇവിടെ ഉണ്ടാക്കി തരുമെന്നും, അതുപോലെ തന്നെ ഒരു മിനി കമ്മ്യൂണിറ്റി ഹാൾ, എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ അവരെല്ലാം ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് ഇവർ ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ഒരു താല്പര്യവും കാണിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മിനി കമ്മ്യൂണിറ്റി ഹാളും, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിസ്ഥലം, അതുപോലെ തന്നെ ലൈബ്രറി, ഇതെല്ലാം ഇവിടെ വാഗ്ദാനങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഇന്ന് വരെ അത് നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കലക്ടർക്ക് പരാതി കൊടുത്തു. കലക്ടർ പലതവണ യോഗങ്ങൾ ചേർന്നു. ആ യോഗത്തിൽ വെച്ച് തീരുമാനങ്ങളെടുത്തു. ഇതിൻ്റെ സർവേ നടത്താൻ തീരുമാനിച്ചു. നിർമ്മിതിയുടെ ബന്ധപ്പെട്ട അധികാരികൾ വന്നുകൊണ്ട് ഇവിടെ സർവേ നടത്തി. ആ സർവേയിൽ 4 ലക്ഷം രൂപ ഒരു വീടിൻ്റെ ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണം എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട്.
ആ കണ്ടെത്തിയത് ഇന്ന് വരെ നടപ്പിലാക്കുന്നതിൽ എന്താണ് കാലതാമസം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഈ വർക്കുകൾ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവണമെന്നാണ് ഒന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, ത്രിതല പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ ഇവിടെ അംഗൻവാടി നിർമ്മിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഹെൽത്ത് സെൻ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഈ കളിസ്ഥലം നിർമ്മിക്കുന്നതിനും പെട്ടെന്ന് ഇടപെടണം. അത് ത്രിതല പഞ്ചായത്തുകൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മനു, വളരെ പരിതാപകരമായ അവസ്ഥ തന്നെയാണ്. കാരണം മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഈ ശക്തമായ മഴയിലാണ് വീടുകൾ ചോർന്നൊലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കയറി കണ്ടതാണ്. കട്ടിലുകൾ പോലും ചുമരിനോട് ചേർന്ന് ഇടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പേടിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് ആളുകൾ. എന്തായാലും സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ എന്നുള്ളതാണ് ഇവർ ഇന്ന് ഈ ഒരു ദുരന്ത ദിനത്തിന്റെ ഓർമ്മയിൽ പോലും അവർ ഈ ഒരു രീതിയിലേക്കുള്ള സമരത്തിലേക്ക് പോയിട്ടുള്ളത്. മനു.